ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ വളരെ വൈറലായ ഒരു മുഖ സൗന്ദര്യത്തിനുള്ള ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നമുക്ക് നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല സ്മൂത്തൊക്കെ ആവാനുമായിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ പഴയ കൂട്ടുകാരെല്ലാവരും എന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു പാനിലേക്ക് 4 സ്പൂൺ റാഗി പൗഡറാണ് നമ്മൾ എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നന്നായിട്ട് പൊടിഞ്ഞ് പൗഡർ രൂപത്തിലുള്ള റാഗി പൊടി തന്നെ എടുക്കണം. നമുക്ക് തരിതരിയായിട്ടുള്ളതാണ് കിട്ടുന്നതെങ്കിൽ നമ്മളതൊന്ന് അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് നമ്മൾ എടുക്കുന്നത്. ഈ പാല് നന്നായിട്ട് ഇളക്കി ഇതിൽ നല്ല കട്ടയില്ലാതെ എടുക്കണം. എങ്കിലേ നമുക്കിത് തിളപ്പിക്കുമ്പോൾ ഇത് ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഉണ്ട പോലിങ്ങനെ കട്ടിയായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ടിത് കട്ടയില്ലാതെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ചൂടാക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്നാണിത് അടിക്ക് പിടിക്കുന്നത്. അപ്പം നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നല്ല നന്നായിട്ട് വെന്ത് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നുമില്ല. ഈ പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ചിലർക്ക് ഈ പാല് പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ചില സ്കിന്നുകാർക്ക് അത് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് വെള്ളത്തിൽ തന്നെ കലക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നെറ്റിയിൽ പൊട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ നമ്മളൊരു ടർക്കിയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവത്തുമില്ല. ഇനിയിപ്പോൾ നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. നല്ല കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇത് ചെറുതീയിൽ നമ്മൾ വേവിച്ചത് കൊണ്ടാണ് ഒട്ടും കട്ടയില്ലാതെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ഇത് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കും നമ്മുടെ സ്കിന്നിനെ. ഇതിന് മുഖത്തെ ആണെങ്കിൽ അഴുക്കുകളെല്ലാം പോകും. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂൺ റാഗിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ എടുക്കുന്നത് പാലാണ്. അത് നമ്മൾ തിളപ്പിക്കാത്ത പച്ചപ്പാല് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നും ഇല്ലാതാക്കിയതിന് ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു 1-2 മിനിറ്റ് നമുക്കിത് മുഖത്തിട്ട് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ശരിക്കും ഫേസ് വാഷിന് തുല്യമാണ്. ഇത് നമുക്ക് ദിവസവും ചെയ്യാവുന്നതാണ്. ദിവസവും ഇതിപ്പോൾ ഈ റാഗി ഒന്ന് വേവിച്ചത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഇച്ചിരി പച്ചപ്പാലും കൂടി ചേർത്ത് നമുക്ക് ദിവസവും ഒന്ന് ഫേസ് വാഷിന് പകരമായിട്ട് ഇതെടുത്ത് മുഖം കഴുകിക്കഴിഞ്ഞാൽ മുഖം നല്ല ക്ലീനാകും. നമ്മുടെ മുഖത്തെ അഴുക്കുകളെല്ലാം മാറുകയും ചെയ്യും. ഞാനിത് ഇടയ്ക്കിടെ ചെയ്യുന്നതാണ്. നമുക്ക് ഫേസ് വാഷിന് പകരം ഉപയോഗിക്കാമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു കൊച്ചു പാത്രത്തിൽ ഇത്തിരി പാലുമായിട്ടെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല അഴുക്കുകളെല്ലാം മാറുകയും ചെയ്യും. യാതൊരു ദോഷവും ഇല്ല, നല്ല ക്ലീൻ ആകുകയും ചെയ്യും. എപ്പോഴും നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുഖത്ത് നല്ലൊരു കളർ കിട്ടുമ്പോഴത്തേനും നമ്മുടെ കഴുത്തിൽ ഒരു ഡാർക്ക് കളറായിട്ട് നിൽക്കും. അതുകൊണ്ട് ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും. ഒരു 1-2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിപ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റുമെല്ലാം നമുക്കിത് തേക്കാവുന്നതാണ്. കാരണം നമുക്കിത് ഒന്ന് ക്ലെൻസ് ചെയ്യുവാണല്ലോ, അപ്പോൾ അതിന് കുഴപ്പമില്ല. കണ്ണിൻ്റെ ഭാഗത്ത് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഇതൊരു കോട്ടൺ വെച്ച് ഞാൻ തുടയ്ക്കുവാണ്. നമുക്ക് കോട്ടൺ വെച്ച് തുടച്ചതിന് ശേഷം ഒരു ടർക്കി ഇട്ട് തുടച്ച് കഴിയുമ്പോൾ നോക്കിയേ എൻ്റെ മുഖത്തെ വ്യത്യാസങ്ങൾ. നമ്മൾ ആദ്യം കണ്ട പോലാണോ ഇരിക്കുന്നത്? നമ്മുടെ മുഖത്തെ ടാൻ എല്ലാം മാറി നല്ല ക്ലെൻസിങ് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റാഗി, അത് വേവിച്ച റാഗി 1 സ്പൂൺ എടുത്തു. പിന്നെ ഞാൻ റാഗി പൗഡറാണ്
നന്നായിട്ട് അരിച്ച് അധികം തരിയില്ലാത്ത പിന്നെ ഒരു റാഗി പൗഡറാണത്. അതൊരു സ്പൂൺ എടുത്തു. ഇതിൻ്റെ കൂടായിട്ട് ഞാൻ കോഫി പൗഡർ, അതായത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് പിന്നെ എടുക്കുന്നത്, ബ്രൂവ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കോഫി എന്ന് പറയുന്നത് കോഫി പൗഡർ വളരെ നല്ലതാണ്. നമ്മളിതിനു മുമ്പ് ഒരു ഫേഷ്യൽ ചെയ്തിട്ടുള്ളതാണ് കോഫി ബ്രൂവിൻ്റെത്. അത് വളരെ നല്ല റിസൾട്ട് കിട്ടിയതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നമ്മൾ അത് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. എല്ലാം ഇതിനകത്തെ ഇൻഗ്രീഡിയൻസും വളരെ ഗുണമുള്ളതാണ്. റാഗിയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണല്ലോ. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പോലും ആഹാരമായിട്ട് കൊടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ റാഗി എന്ന് പറയുന്നത് നമുക്ക് യാതൊരു പാർശ്വഫലവും ഇല്ലാത്ത വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തടയാനും ഇതൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. ഇതൊരു 2-3 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൽ അവിടെ ഭാഗത്ത് അപ്ലൈ ചെയ്യാം, പക്ഷേ അവിടെ നമ്മൾ മസാജ് ചെയ്യരുത്. അതുപോലെ വെയിൽ കൊണ്ട് കരുവാളിച്ചതും ഒക്കെ മാറ്റാൻ ഈ റാഗിക്ക് നല്ല കഴിവാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ പോലെ തന്നെ ചർമ്മത്തിനും വളരെ നല്ലതാണ് ഈ റാഗി. ചുളിവുകളും വരകളും ഒക്കെ മാറ്റാം. അതുപോലെ കഴുത്തിലെ ആണെങ്കിലും നമുക്ക് പ്രായമാകുന്നതിൻ്റെ ആ ചുളിവുകളുണ്ടല്ലോ അതെല്ലാം മാറ്റാൻ പറ്റുന്നതാണ്. ഈ സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. ക്ലെൻസിങ് ആണെങ്കിൽ നമുക്ക് ഇത് എല്ലാ ദിവസവും ചെയ്താലും നമുക്ക് നല്ല ഗുണം കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് മുഖം നന്നായിട്ടൊന്ന് തുടയ്ക്കാം. ഫേസിൽ ഡെഡ് സ്കിന്ന് പോകാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ ടാൻ മാറ്റാനും ഒക്കെ ഇത് പറ്റിയ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബ്ബറാണ്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല മാറ്റമാണ് അല്ലേ? നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടാവും. ഇത് നമുക്കൊരു നല്ല കോൺഫിഡൻസ് തരുന്നതാണ്. ഇതാണ് നമ്മുടെ റാഗിയുടെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ മുഖം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇതുണ്ടല്ലോ റാഗി പൗഡർ വേവിച്ചത്, അതും ഇത്തിരി പാലും കൂടി ചേർത്ത് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് കൊടുക്കാം. ഇത് നമ്മുടെ മുഖത്ത് നല്ല ഒരു സ്മൂത്ത് ആകാനും ഗ്ലോ കിട്ടാനും കൂടിയാണ്. നമ്മുടെ മുഖം ഒന്ന് റിലാക്സ് ആകാൻ, ഈ സ്ക്രബിങ് കഴിഞ്ഞാണല്ലോ, അപ്പോൾ ഒന്ന് റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാല് വെച്ചൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് മസാജിങ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഒരു ഗ്ലോ കിട്ടും. പിന്നെ ഇതിന് പാല് പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ഈ റാഗിക്കകത്ത് വെള്ളം ചേർത്ത് തന്നെ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി ശേഷം ഒരു കോട്ടൺ തുണി വെച്ച് നമ്മളൊന്ന് തുടച്ചു കൊടുത്താൽ മതി. മുഖം കഴുകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് നോക്കി, നമ്മുടെ മുഖത്തിന് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട്. ആ കരിവാളി നമ്മുടെ ഫേഷ്യലിൻ്റെ 4ാമത്തെ സ്റ്റെപ്പാണിത്. വേവിച്ച റാഗി ഒരു ബൗളിലേക്ക് എടുത്ത് അതിലേക്ക് കുറച്ച് കടലമാവും കൂടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇത് കുഴയ്ക്കാനായിട്ട് ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റിൻ്റെ നീരും കൂടി ഇതിലേക്ക് ജ്യൂസും കൂടി ചേർക്കണം. അതിനുശേഷം നമുക്ക് പച്ച പാലും കൂടിയാണ് ചേർക്കുന്നത്. നമ്മളെപ്പോഴും പച്ച പാല് തന്നെ ഉപയോഗിക്കണം, നമ്മൾ കാച്ചിയ പാലല്ല ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ മുഖത്ത് വളരെയധികം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. നമുക്ക് തോന്നും ഇത് ഫൗണ്ടേഷൻ ചെയ്യുന്നത് പോലെ തോന്നും. ഇത് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്നതിന് മുമ്പും ചെയ്തതിന് ശേഷവും ആ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം.
ഇതിൽ ചേർത്തിരിക്കുന്ന പാലിൻ്റെ ഗുണം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഈ പാലൊക്കെ സ്ഥിരമായിട്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി നല്ല നിറം വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചുളിവുകളും നേർത്ത വരകളും ഒക്കെ മാറ്റിത്തരും. പിന്നെ സൺടാനിനൊക്കെ മാറ്റാനും ഇതിന് നല്ല കഴിവാണ്. അതുകൊണ്ടാണ് പച്ചപ്പാൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. 1 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഉണങ്ങാനായിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്ക് ഇത് വലിയും. പക്ഷേ നമ്മളിത് ഒരുപാട് ഡ്രൈ ആകാൻ അനുവദിക്കില്ലേ. കാരണം ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പാടുകൾ വരും, ചുളിവുകളും ഒക്കെ വരും. അപ്പം നമ്മളൊന്ന് നനച്ചതിന് ശേഷമേ നമ്മളിത് ഒരു കോട്ടൺ വെച്ചോ അല്ലെങ്കിൽ ടർക്കി വെച്ചോ നമ്മൾ തുടയ്ക്കാവൂ. ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളം തൊട്ട് നനച്ചതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ച് തുടയ്ക്കാവുന്നതാണ്. ഇപ്പോൾ മുഖത്തെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറി. റാഗിയുടെ ഈ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. നേരത്തെ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടായിരുന്നു, ഒരു ടാൻ ഉണ്ടായിരുന്നു, എല്ലാം മാറി. ഇപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ് മുഖം. റാഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണമുള്ളതാണല്ലോ. അത് നമ്മൾ ആഹാരമായിട്ട് കഴിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താലും അതിന് നല്ല ഗുണമാണ്. നമ്മൾ പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമ്മുടെ ഈ വീട്ടിലുള്ള സാധനങ്ങളുണ്ട്, ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ആ ഗുണം കിട്ടുന്നുണ്ട്. പാർലറിൽ പോകണമെങ്കിൽ ഒരുപാട് നമുക്ക് ഇപ്പോൾ ഒരു 800 തൊട്ട് നമുക്കൊരു 2000 രൂപ വരെ ആകുന്നുണ്ട് ഫേഷ്യൽ ചെയ്യുമ്പോൾ. പക്ഷേ ഇത് അതേ എഫക്റ്റ് തന്നെ, അതേ ഗ്ലോയും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണിത്. നമുക്ക് കുറഞ്ഞ ഒരു 3 സ്റ്റെപ്പേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ഒന്ന് ചെയ്തു നോക്കണം. ഇത് ഒരുപാട് നല്ല റിസൾട്ട് കിട്ടിയതാണിത്. ഞാൻ പലവട്ടം ചെയ്യാറുണ്ട്. കൂടുതലും ചെയ്യുന്നത് ഈ റാഗി കൊണ്ടുള്ള ഫേഷ്യൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഓരോന്നും മാറി മാറി ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ പാല് പറ്റാത്തവരാണെങ്കിൽ നമുക്കത് വെള്ളം ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അതുപോലെ ക്യാരറ്റ് ജ്യൂസും ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് വേറെ കുക്കുംബർ ജ്യൂസോ അങ്ങനെ അല്ലെ പൊട്ടറ്റോ ജ്യൂസോ എന്തും നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഭയങ്കര നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ചെയ്ത് നോക്കിയിട്ട് എന്നെ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ ലൈക്ക് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. പിന്നെ ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോ ആയി വരാം. ബൈ.